എന്തൊക്കെ പറഞ്ഞാലും എത്ര പറഞ്ഞാലും ഒരുപക്ഷെ ഫാദർ ഡോൺ കാലോവേ പറയുന്നത് പോലെ ഈ യുഗത്തിനു വേണ്ടി, ഈ യുഗത്തിലേക്ക് ദൈവം കരുതി വെച്ചിരിക്കുന്ന ഒരു നിധിയാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. ഇത്രയും നാളും സഭയിൽ അത്രയേറെ തീക്ഷ്ണതയോടെ യൗസേപ്പ് പിതാവിനെ ഒരു പക്ഷെ പഠിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ ഒത്തിരിയേറെ ചിന്തിച്ചില്ലെങ്കിലും അനുദിനം കുടുംബത്തിൽ ജീവിക്കുന്നവരെന്ന നിലയിലും കർത്താവിനെ സ്നേഹിക്കുന്നവരെന്ന നിലയിലും നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ വിശുദ്ധ യൗസേപ്പ് പിതാവിൽ നിന്ന് പഠിക്കാനുണ്ട്. നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടുവാനും അംഗീകരിക്കപ്പെടുവാനും ആദരിക്കപ്പെടുവാനും ഒരു അപ്രീസിയേഷൻ, നീ ചെയ്തത് നന്നായിരുന്നു, നീ ചെയ്തത് അടിപൊളിയായിരുന്നു, അല്ലെങ്കിൽ കൊള്ളാം, എനിക്കത്ര നല്ല കഴിവൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞൊരു നല്ല വാക്ക് കേൾക്കാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു വേദന എന്ന് പറയുന്നത് ആരും നമ്മളെ ശ്രദ്ധിക്കാതെ പോകുന്നിടത്താണ് നമ്മുടെ മനസ്സ് വല്ലാതെ ഭാരപ്പെട്ടു പോകുന്നത്. ഞാൻ ഇത്രയേറെ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചിട്ടും, ഞാൻ ഇത്രയേറെ ചോര നീരാക്കി വേർപ്പൊഴുക്കിയിട്ടും എൻ്റെ അപ്പൻ എന്നെ തിരിച്ചറിയുന്നില്ല, അമ്മ എന്നെ തിരിച്ചറിയുന്നില്ല, ഭർത്താവോ ഭാര്യ എന്നെ തിരിച്ചറിയുന്നില്ല, എൻ്റെ മക്കള് എന്നെ തിരിച്ചറിയുന്നില്ല. അപ്പോൾ ഞാൻ ഈ ചെയ്തതൊക്കെ ആർക്ക് വേണ്ടിയായിരുന്നു? ആരും എന്നോടൊരു നല്ല വാക്ക് പറയാനില്ലല്ലോ എന്നുള്ളൊരു വേദന നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതാണ് ആ ഒരു നെഗ്ലക്റ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ, അല്ലെങ്കിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതിൻ്റെ വേദന വല്ലാത്ത രൂക്ഷമാണ്. ഇപ്പോൾ ജോലി സ്ഥലത്താണെങ്കിലും നമ്മളൊരു നല്ല കാര്യം ചെയ്തിട്ട് നമുക്കൊരു അപ്രീസിയേഷൻ കിട്ടുക, അല്ലെങ്കിൽ നമ്മളൊരാളൊരു കൈയടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരിയേറെ ഒരു ആത്മഹർഷം അല്ലെ, നമ്മുടെ ആത്മാവിൽ നമുക്കൊരു മോട്ടിവേഷൻ തരും. ഇപ്പോൾ നിങ്ങളാണെങ്കിലും വീട്ടിലൊരു കാര്യം ചെയ്തു, ഒന്നും വേണ്ട, ഒരു വാഴ കുഴിച്ചു വെച്ചു, എന്നിട്ട് അപ്പോൾ വീട്ടിൽ അപ്പം പറയുന്നു, അമ്മ പറയുന്നു, അല്ലെങ്കിൽ ജീവിത പങ്കാളി വന്ന് കൊള്ളാം, നല്ല കാര്യം, നമുക്ക് അടുത്ത വർഷം അല്ലെങ്കിൽ 2 മാസം കഴിയുമ്പോൾ 6 മാസം കഴിയുമ്പോൾ ഒരു ചില പഴം കഴിക്കാം, നല്ല കാര്യം, ഇപ്പോൾ ചിന്തിച്ചല്ലോ ചെയ്തല്ലോ എന്ന് പറയുമ്പോൾ ഒന്നുമില്ലെങ്കിലും നമുക്കൊരു മനസ്സിലൊരു നല്ല ഫീലിംഗ് കിട്ടും. യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം, പിന്നാമ്പുറത്ത് അണിയറയിൽ നിന്നിട്ട് ഒത്തിരിയേറെ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചിട്ടും ഒന്നും ശബ്ദിക്കാതെ, ഒരു വാക്ക് പോലും അപ്രീസിയേഷൻ കിട്ടാതെ ഇങ്ങനെ കടന്നുപോയ ഒരു വ്യക്തിയാണ്. അകപാടെ സുവിശേഷം വാചാലമാകുന്നത് ഒരു കാര്യത്തിലാണ്, അദ്ദേഹം നീതിമാനായിരുന്നു. അത് മാത്രം പറയുന്നുണ്ട്. ആദ്യമേ തന്നെ ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തോട് യൗസേപ്പ് പിതാവിനെ നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ ഓർക്കണം, യൗസേപ്പ് പിതാവിനെ പോലെ ജീവിതത്തിൻ്റെ അണിയറകളിൽ നമ്മൾ ഒത്തിരിയേറെ പേര് പ്രവർത്തിക്കുന്നുണ്ട്. വീട്ടിലൊരു അതിഥി വരുമ്പോൾ ഭക്ഷണമേശ ഒരുങ്ങിയിരിക്കുന്നതും വീട് അടിച്ചുമാരിയിടുന്നതിൻ്റെ പിറകിലും മുറ്റം വൃത്തിയാക്കുന്നതിൻ്റെ പേരിലും, വീട്ടിലൊരു അതിഥി താമസിക്കണമെങ്കിൽ ബെഡ്റൂമും വാഷ്റൂമും ഒക്കെ ക്ലീനാക്കി ബെഡിൽ വിരിയൊക്കെ വിരിച്ച് എല്ലാം സെറ്റാക്കിയിടുന്നതിൻ്റെ പേരിൽ ഒരു പക്ഷേ പ്രത്യക്ഷത്തിൽ വരാത്ത അധ്വാനത്തിൻ്റെ കരങ്ങളുണ്ട്. സ്വാദിഷ്ടമായൊരു വിഭവം മേശയിൽ വരുമ്പോൾ അതിൻ്റെ പിറകിൽ ഒരുപക്ഷെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന അധ്വാനമുണ്ട്. ഓരോ മാസവും കുടുംബത്തിലേക്ക് അന്നു വേണ്ടുന്ന ആഹാരത്തിനുള്ള വസ്തുവകകൾ, ആ കുടുംബത്തിൻ്റെ ഒരു സാലറി വരുമ്പോൾ, അല്ലെങ്കിൽ കുടുംബത്തിലേക്ക് വലിയ മുട്ടില്ലാതെ പോകാനുള്ള ചെലവുകളൊക്കെ നികത്തിക്കൊണ്ട് പോകാനുള്ള സാമ്പത്തികം വരുമ്പോൾ അതിൻ്റെ പുറകിലുമൊക്കെ ഒരുപക്ഷെ അപ്രീസിയേഷൻ കിട്ടാതെ പോകുന്ന അധ്വാനത്തിൻ്റെ കഥകളുണ്ട്. അതുപോലെ ദൈവഹിതത്തിന് വേണ്ടി തൻ്റെ ജീവിതം മുഴുവൻ ഹോമിച്ചിട്ടും ഒരിടത്തും ആരുടെ അടുക്കൽ നിന്നും ആദരം പ്രതീക്ഷിക്കുകയോ അംഗീകാരം ആഗ്രഹിക്കുകയോ ആരാലും പ്രശംസിക്കപ്പെടണമെന്നോ സ്പോട്ട് ലൈറ്റിലേക്ക് വരണമെന്നോ എല്ലാവരുടെയും മുൻപിൽ ഒരു ഹീറോ കണക്ക് നിൽക്കണമെന്നോ ആഗ്രഹിക്കാതെ കടന്നുപോയ ഒരു വ്യക്തിത്വമാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അപ്രീസിയേഷൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, പേരും പ്രശസ്തിയും നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, സ്പോട്ട് ലൈറ്റിലേക്ക് ഞാൻ എപ്പോഴും സെന്റർ ഓഫ് അട്രാക്ഷൻ ആയിരിക്കണം എന്ന് കരുതുന്നിടത്ത് നമ്മൾ ഓർക്കുക, ദൈവ പദ്ധതിയിലെ ഏറ്റവും ഒരു അത്ഭുതമായിരുന്നു വിശുദ്ധ യൗസേപ്പ് പിതാവ്. എന്നിട്ടും ഒതുങ്ങി പിന്നാമ്പുറങ്ങളിലേക്ക് മാത്രം നിന്ന് ആ ദൈവിക രഹസ്യത്തെ മുഴുവനും നമ്മൾ ഓർക്കണം. ദൈവത്തിൻ്റെ പദ്ധതിയിൽ ആരും യാദൃശ്ചികമല്ല. ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഏറ്റവും ചെറിയ ഒരാളുടെ പങ്ക് പോലും വളരെ വലുതാണ്. ആ യൗസേപ്പ് പിതാവ് അവിടെ മാറി പ്രവർത്തിച്ചിരുന്നെങ്കിൽ പാളിപ്പോകാമായിരുന്ന ദൈവിക പദ്ധതിയെ താങ്ങിപ്പിടിച്ചതും ഒന്നു ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോയതും യൗസേപ്പ് പിതാവിൻ്റെ ജീവിതവിശുദ്ധിയാണ്, ലാളിത്യമാണ്, ഹൃദയത്തിൻ്റെ ലാളിത്യമാണ്. യൗസേപ്പ് പിതാവ് ഒരിടത്തും ശബ്ദിക്കുന്നതായിട്ട് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഒരു വാക്ക് പോലും യൗസേപ്പ് പിതാവ് മിണ്ടുന്നില്ല. അതുപോലെ തന്നെ മൗനം അവലംബിച്ച, ഒരു വാക്ക് പോലും മിണ്ടുന്നില്ലെന്നല്ല, ജീവിതത്തിൽ മൗനം അവലംബിച്ച ആളായിരുന്നു പരിശുദ്ധ കന്യകാമറിയവും. പരിശുദ്ധ അമ്മ എല്ലാം ഹൃദയത്തിൽ ഏറ്റെടുത്തപ്പോൾ, ഹൃദയത്തിൽ സംഗ്രഹിച്ചപ്പോൾ, ആ ഹൃദയത്തിൽ സംഗ്രഹിച്ചതിനെയൊക്കെ പ്രവൃത്തിയിലൂടെ നീതീകരിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. സത്യം പറഞ്ഞ ഇന്നത്തെ ഈ ലോകത്തിൽ നിശബ്ദമായിട്ടിരിക്കാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളത് വലിയൊരു ചലഞ്ചാണ്, വെല്ലുവിളിയാണ്.
ഈ നിശബ്ദത പാലിക്കുക എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക എന്നല്ല അർത്ഥം. നിശബ്ദത പാലിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സോളിറ്റ്യൂഡ്, ആന്തരികമായ ആഴങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ് നിശബ്ദതയുടെ അർത്ഥം. മിണ്ടാണ്ടിരിക്കാൻ എനിക്കും പറ്റും, നിങ്ങൾക്കും പറ്റും. നമ്മൾ രണ്ടുപേരും തമ്മിൽ അടികൂടി പിണക്കമായി കഴിഞ്ഞാൽ മുഖത്തോടെ മുഖം നോക്കി വേണം 2 മണിക്കൂറും 2 മാസവും വേണം നമുക്ക് മിണ്ടാതിരിക്കാം. പക്ഷെ അവിടെ നിശബ്ദത ഉണ്ടാവുന്നില്ല. അവിടെ മൂകമായ ഒരു മൂകമായൊരു യുദ്ധം നടക്കുന്നു എന്ന് വേണേൽ പറയാം. നിങ്ങൾ ഫോൺ എടുത്ത് തോണ്ടുമ്പോൾ നിങ്ങളുടെ നിശബ്ദത മുറിഞ്ഞു പോവുകയാണ്. വെറുതെ ഇരുന്ന് നിങ്ങളൊരു പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾ നിശബ്ദമാകുന്നില്ല. നിങ്ങൾ ദൈവസന്നിധിയിൽ കർത്താവിനോട് കൂടെ മറ്റെല്ലാം മാറ്റി വെച്ചിട്ട് ജീവിതത്തിൻ്റെ ഏതൊക്കെ നിമിഷങ്ങളിൽ മറ്റെല്ലാത്തിൽ നിന്നും മാറി നിന്ന് ജീവിതത്തിൻ്റെ നിശബ്ദതയുടെ ആഴങ്ങളിലേക്ക് പോകുമ്പോഴാണ് യഥാർത്ഥമായ നിശബ്ദത വരുന്നത്. നമ്മുടെ മനസ്സിൽ നിശബ്ദതയുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മൾ ഒരു നിമിഷം വെറുതെ ഇരുന്നാൽ ഒന്ന് ഭയങ്കരമായിട്ടൊക്കെ നെഗറ്റീവ് അടിക്കും. കുറേയേറെ കാര്യങ്ങൾ ഇങ്ങനെ എരച്ചു കയറി വരും മനസ്സിലേക്ക്. അവൻ എന്നോട് ഇങ്ങനെ ചെയ്തു, അവൾ എന്നോട് അങ്ങനെ പറഞ്ഞു, കർത്താവേ നാളെ ഞാൻ എന്നാ ചെയ്യും, നാളെ എനിക്ക് ജോലി ഉണ്ടോ, ഓഫാണോ, അതെയോ ഇന്ന് വൈകുന്നേരം കഞ്ഞിക്ക് കറി എന്നാ ഉണ്ടാക്കും, അല്ലെ? ഇങ്ങനെ ഓരോരോ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ജീവിതത്തിലെ പല പ്രശ്നങ്ങളെക്കുറിച്ചും ഇങ്ങനെ കലുഷിതമാണ് നമ്മുടെ മനസ്സ്. നമ്മുടെ മനസ്സിങ്ങനെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ നിശബ്ദതയുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? കലക്ക് വെള്ളത്തിൽ മുഖം കാണാൻ പറ്റത്തില്ലെന്ന് നമുക്കറിയാം. നമ്മളോട് തന്നെ ദൈവം പറഞ്ഞതെന്നാണ്, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. ആ ഒരു ശാന്തത നമുക്ക് എത്ര മുറുകെ പിടിച്ചാലാണ് നമുക്ക് കിട്ടുന്നതെന്ന് ചിന്തിച്ച് നോക്കണം. ഇന്നത്തെ ലോകത്തിന് പറ്റുന്ന ഏറ്റവും വലിയൊരു ശാപവും നിശബ്ദതയിലേക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയ കാരണം നിശബ്ദതയിൽ നമ്മൾ കേൾക്കുന്നത് 2 സ്വരങ്ങളാണ്. ഒന്ന് ദൈവത്തിൻ്റെ സ്വരം, 2 സ്വന്തം മനസാക്ഷിയുടെ സ്വരവും. ഈ 2 സ്വരവും അഭിമുഖീകരിക്കാൻ, അതിനെ ഫേസ് ചെയ്യാൻ, ഈ 2 സ്വരവും കേട്ടിട്ട് അതിൻ്റെ മുൻപിൽ നിന്ന് ജീവിതത്തെ ഒന്ന് വീക്ഷിക്കാൻ ഇന്നത്തെ ലോകത്തിന്, നമ്മുടെ ഹൃദയത്തിന്, നമുക്ക് തന്നെ പേടിയാണ്. കാരണം എൻ്റെ മനസാക്ഷിയുടെ മുൻപിൽ ഞാൻ നിശബ്ദതയോടെ നിൽക്കുമ്പോൾ എൻ്റെ മനസാക്ഷിയിൽ ദൈവം കോറിയിട്ടിരിക്കുന്ന ധാർമ്മികതയുടെയും ആത്മീയതയുടെയുമായ പാഠങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്. എന്നിലുള്ള ധാർമ്മികതയും ആത്മീയതയും എന്നിലുള്ള നന്മയും എന്നോട് പറയും, നീ അങ്ങനെ ചെയ്തത് ശരിയായില്ല. ലോകം അതിനെ ശരിയെന്ന് വിളിച്ചിട്ടുണ്ടാകാം, പക്ഷേ നിന്റെ ഉള്ളിൽ നിനക്കറിയാമായിരുന്നു നീ ചെയ്യുന്നത് ശരിയല്ല. നിന്റെ ലാഭത്തിന് വേണ്ടി നീ ചെയ്തു, നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നീ ചെയ്തു. ഒരു പക്ഷെ മനസ്സാക്ഷി എന്നെ രൂക്ഷമായിട്ട് കുറ്റപ്പെടുത്തിയേക്കാം. ദൈവത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ എനിക്ക് പേടിയാണ്. കാരണം എൻ്റെ പാപം എത്ര വലുതാണെന്ന് എനിക്കറിയാം, എൻ്റെ ജീവിതം എത്ര ബലഹീനമാണെന്ന് എനിക്കറിയാം. നന്മ ചെയ്യാൻ അവസരമുണ്ടായിട്ട് ഞാൻ മനഃപൂർവ്വം അവഗണിച്ചു എന്ന് എനിക്കറിയാം. ദൈവത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ എനിക്ക് നാണക്കേടും പേടിയുമാണ്. അതുകൊണ്ട് നിശബ്ദതയെ എങ്ങനെ മാറ്റിക്കളയാമെന്നുള്ള ഓട്ടത്തിലാണ് ഇന്നത്തെ ടെക്നോളജി മുഴുവൻ വളർന്നു വരുന്നത്. സോഷ്യൽ മീഡിയയിൽ കയറിയിരിക്കുമ്പോഴും, ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോഴും, പത്രം വായിക്കുമ്പോഴും, ക്യൂരിയോസിറ്റിയോടുകൂടി ഓരോരോ കാര്യങ്ങൾ ചകഞ്ഞു പോകുമ്പോഴും, പാട്ട് കേൾക്കുമ്പോഴും, സിനിമ കാണുമ്പോഴും, അല്ലെ, നമ്മൾ ഓരോരോ സമയത്ത് ഒന്ന് വെറുതെ ഇരിക്കുമ്പോൾ തോന്നുന്നു, എന്നാൽ പിന്നെ വെറുതെ ഇരിക്കേണ്ട, ഞാൻ ഫോൺ വിളിച്ചേക്കാം, അല്ലെങ്കിൽ കുശലം പറഞ്ഞേക്കാം. ഇങ്ങനെ ഓരോ സമയത്തും നിശബ്ദമായിട്ടിരിക്കാൻ നമ്മൾ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് വലിയൊരു ചലഞ്ചാണ്. എൻ്റെ മുൻപിൽ, എൻ്റെ മനസ്സാക്ഷിയുടെ മുൻപിലും ദൈവത്തിൻ്റെ മുൻപിലും ഞാൻ നഗ്നതയോടെ നിൽക്കേണ്ട ഒരു സാഹചര്യമാണ്. പക്ഷേ നിശബ്ദതയാണ് ആന്തരികതയുടെ ആഴത്തെ നിശ്ചയിക്കുന്നതെന്ന് കാലാകാലങ്ങളായിട്ട് സഭയ്ക്കറിയാം, പിതാക്കന്മാർക്കറിയാം, ദൈവത്തിനും അറിയാം. ജോബിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, കൂട്ടുകാർ വന്ന് ജോബിനെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോന്നും പറഞ്ഞ് ജോബിനോട് പറയാണ്, അത് ശരിയായില്ല, ഇത് ശരിയായില്ല എന്ന് പറഞ്ഞ് ജോബ് എന്നാ പറഞ്ഞേ, നിങ്ങൾ ഇതൊക്കെ ഒന്ന് നിർത്തിയിട്ട് എന്നോടുകൂടെ ഒന്ന് നിശബ്ദമായിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ, നിശബ്ദമായിരിക്കാൻ നിങ്ങൾക്കൊന്ന് പറ്റിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ലെ, മുറിയപ്പെടുന്നവർക്കും വേദനിച്ചിരിക്കുന്നവർക്കും തോറ്റുപോയവർക്കും വേണ്ടത് വാക്കുകളല്ല, കൂടെ നിൽക്കുന്ന ചേർത്തിരുത്തുന്ന സാന്നിധ്യമൊക്കെയാണ്. വാക്കുകൾ കൊണ്ട് എല്ലാവരെയും ഒരുപക്ഷെ നമുക്ക് സാന്ത്വനിപ്പിക്കാൻ കഴിഞ്ഞൊന്നു വരത്തില്ല. വാക്കുകൾ കൊണ്ട് എല്ലാവരെയും ധൈര്യപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞൊന്നു വരത്തില്ല. നിശബ്ദത മതി. നിശബ്ദതയിൽ ഞാൻ കൊടുക്കുന്ന സാന്നിധ്യം മതി. അതുകൊണ്ടാണ് പണ്ടത്തേക്ക് ഒത്തിരിയേറെ വിശുദ്ധരായവരുടെ, വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെയും അതുപോലെ യൗസേപ്പ് പിതാവിൻ്റെ തന്നെയും ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ അവരുടെ ചെവി വലുതായിട്ട് വരയ്ക്കുവാനായിട്ട് ചിത്രകാരന്മാർ ശ്രദ്ധിച്ചിരുന്നു. കാരണം അവർ സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും കേൾക്കുന്നതിൽ ക്ഷമയുള്ളവരുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതം ആദ്യമേ നമ്മളെ വിളിക്കുന്നത് നിശബ്ദതയിൽ ദൈവത്തെ കണ്ടെത്താനാണ്. എങ്ങോട്ടാണ് ഈ തിടുക്കം കൂട്ടി നമ്മളൊക്കെ ജീവിതത്തിൽ ഓടിപ്പോകുന്നത്? നിശബ്ദതയിലല്ലാതെ ആരും ദൈവത്തെ കണ്ടെത്തിയിട്ടില്ല.
നിശബ്ദത എന്ന് പറയുന്നത് ആന്തരികമായ നിശബ്ദതയാണ്. ഞാൻ പ്രാർത്ഥനയിൽ ഇന്ന് നിങ്ങളിവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങൾ കുർബാനയിൽ പങ്കെടുക്കുന്നു, ശരീരം എവിടെയുണ്ട്, നിങ്ങളുടെ മനസ്സ് എവിടെയാണ്? ഇപ്പോൾ ഞാൻ പറയുന്ന ഈ ഒരു സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളിൽ പോയി, ഏതൊക്കെ വീടുകളിൽ പോയി, ഏതൊക്കെ സ്ഥലങ്ങളിൽ പോയി? ഒരുപക്ഷെ റഷ്യയും യുക്രൈനും തൊട്ട് നിങ്ങൾ ഈ നാടായ നാടൊക്കെ ചുറ്റി സഞ്ചരിച്ച് ഞാനിപ്പോൾ ഇത് പറഞ്ഞപ്പോഴായിരിക്കാം യു മൈറ്റ് ഹാവ് സ്നാപ്ഡ് ഔട്ട് ഇൻ യുവർ കോൺഷ്യസ്നെസ്, ആ ഒരു ബോധ്യത്തിലേക്ക് നിങ്ങളിങ്ങനെ ടപ്പയെന്ന് കടന്നു വന്നത്. നമ്മുടെ മനസ്സടങ്ങിയിരിക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ മനസ്സിനെ ദൈവത്തോട് ചേർത്ത് നിർത്താൻ നമുക്ക് പറ്റുന്നോ അപ്പോഴാണ് ഏലിയ കേട്ടതുപോലെ നിശബ്ദതയിൽ അവൻ്റെ സ്വരം കേൾക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 12 നമ്മൾ വായിക്കുന്നത്, അവൻ തെരുവീഥികളിൽ ഒച്ചപ്പാടുണ്ടാക്കുകയോ മുറവിളി കൂട്ടുകയോ ചെയ്യുന്നില്ല. ജീവിതത്തിൽ തിടക്കം കൂട്ടി ഒച്ചപ്പാടിൻ്റെയും ബഹളത്തിൻ്റെയും ഇടയ്ക്ക്, ആരവങ്ങളുടെയും ആഘോഷങ്ങളുടെയും ഇടയ്ക്ക് നിശബ്ദമായിട്ട് ദൈവസന്നിധിയിലിരിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് യൗസേപ്പ് പിതാവ് ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞതുപോലെ നമുക്കും ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയാൻ പറ്റൂ. ഇന്നത്തെ ലോകത്തിനെതിരെയുള്ളൊരു ഓട്ടമാണ് നിശബ്ദമായിരിക്കുക എന്ന് പറഞ്ഞാൽ. നിശബ്ദത എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ പേടിത്തൊണ്ടന്മാർക്ക്, ഭീരുക്കൾക്ക് പറഞ്ഞിട്ടുള്ളതാണെന്ന് ലോകം പറഞ്ഞേക്കാം. പക്ഷേ ഏതൊരു സാഹചര്യത്തിലും നിശബ്ദത പാലിക്കണമെങ്കിൽ അതിലും വലിയ ചങ്കൂറ്റം നമുക്ക് വേണം. ഈ നിശബ്ദതയുടെ ആഴത്തിൽ ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞ യൗസേപ്പ് പിതാവ് നമുക്ക് മുൻപിൽ എടുത്തു വയ്ക്കുന്ന ഒരു മാതൃകയും വെല്ലുവിളിയുമാണ് യൗസേപ്പ് പിതാവിൻ്റെ വിശ്വാസത്തിൻ്റെ ധീരത. യൗസേപ്പ് പിതാവിൻ്റെ വിശ്വാസത്തിൻ്റെ ധീരത. അഭിമാനിക്കുന്നവൻ ക്രിസ്തുവിൽ അഭിമാനിക്കട്ടെ എന്ന് പൗലോസ് ശ്ലീഹ പറയുമ്പോൾ, ഇന്നത്തെ ലോകത്തിൽ നമ്മളെല്ലാം നമ്മോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ ഈ ലോകത്തിൻ്റെ മുൻപിൽ എൻ്റെ വിശ്വാസം ഭയം കൂടാതെ, ശങ്ക കൂടാതെ, ലാഭനഷ്ടങ്ങളുടെ കണക്കെടുക്കാതെ ധൈര്യത്തോടെ വരച്ചു കാണിക്കാൻ ഞാൻ ഒരുക്കമാണോ? നമ്മൾ പലപ്പോഴും നമുക്കതിന് സാധിക്കാതെ പോകുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതായത് എൻ്റെ വിശ്വാസം ലോകത്തിൻ്റെ മുൻപിൽ ജീവിച്ചു കാണിക്കാൻ എനിക്ക് പലപ്പോഴും സാധിക്കാറില്ല. കാരണം ലോകം എന്നെ ഒറ്റപ്പെടുത്തും, ലോകം എന്നെ നിന്ദിക്കും, ലോകം എന്നെ പരിഹസിക്കും, ലോകം എന്നെ കുറ്റപ്പെടുത്തും, എൻ്റെ കൂട്ടുകാരെ എനിക്ക് നഷ്ടപ്പെടും, എൻ്റെ പേരും പെരുമയും എനിക്ക് നഷ്ടപ്പെടും. ശരിയാണ്. ഒരു പക്ഷേ കൂട്ടുകാരുടെ കൂടെ കൂടുമ്പോൾ അവർ ചെയ്യുന്ന തെറ്റിനോട് ഞാൻ നോ പറഞ്ഞാൽ അവരെന്നെ നാളെ പുറത്താക്കിയേക്കാം. ഞാൻ ജോലി ചെയ്യുന്നിടത്തൊരു തെറ്റ് കാണുമ്പോൾ തെറ്റാണ്, അതങ്ങനെയല്ല, നന്മയല്ല എന്ന് പറയുന്നിടത്ത് ഞാനൊരു പക്ഷെ അപകീർത്തി അനുഭവിച്ചേക്കാം. അതുകൊണ്ട് എന്ത് ചെയ്യും? ഞാൻ എൻ്റെ വിശ്വാസത്തെ അങ്ങോട്ട് സൈഡിലോട്ട് മാറ്റിവെക്കും. ഞാൻ എൻ്റെ വിശ്വാസത്തെ കോംപ്രമൈസ് ചെയ്യും. അവിടെ യഥാർത്ഥമായ വിശ്വാസം ഉണ്ടാകുന്നില്ല. യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കാം. പ്രതിസന്ധികളിൽ പതറാത്ത ഒരു വിശ്വാസമാണ് യൗസേപ്പ് പിതാവിൻ്റേത്. പ്രതിസന്ധികളിൽ പതറാത്ത വിശ്വാസം, സമചിത്തതയോടെ ജീവിതത്തെ നോക്കുവാനും കാണുവാനും പഠിക്കുവാനും പ്രതികരിക്കുവാനും യൗസേപ്പ് പിതാവിന് സാധിച്ചു. സമചിത്തത നമുക്കൊരു പക്ഷെ കൈമോശം വന്നിട്ടില്ലേ? സമചിത്തത എന്ന് പറയുമ്പോൾ മിണ്ടാണ്ടിരിക്കലും പ്രതികരിക്കാണ്ടിരിക്കലും അല്ല സമചിത്തത. എന്താണ്? എൻ്റെ കൂള് നഷ്ടപ്പെടാതെ, അല്ലെങ്കിൽ എൻ്റെ ടെമ്പർ പോകാതെ, അമിതമായ വൈകാരിക പ്രകടനങ്ങൾ കൂടാതെ ജീവിതത്തോട് റെസ്പോണ്ട് ചെയ്യാൻ എനിക്ക് സാധിക്കണം. അവിടെ നിശബ്ദത വേണം. നിങ്ങൾ ഇന്ന് സുവിശേഷത്തിൽ വായിച്ചത് ഓർക്കുന്നുണ്ടോ എനിക്കറിയില്ല. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. നമ്മൾക്കുണ്ടാകുന്ന ഒരു ഉദ്ദീപനം, അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസ്, അല്ലെങ്കിൽ നമ്മളെ പ്രകോപിപ്പിക്കുന്ന, നമ്മളെ ഒരു കാര്യം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു വസ്തുവും നമ്മുടെ റെസ്പോൺസും, നമ്മുടെ പ്രതികരണവും തമ്മിൽ ഇടയ്ക്കുണ്ടാകുന്ന സമയം, ആ സമയം നീണ്ടതാണെങ്കിൽ നമ്മുടെ ദേഷ്യം ഒരുപക്ഷെ കാരുണ്യമായിട്ട് മാറിയേക്കാം, നമ്മുടെ പ്രതികാരം ഒരുപക്ഷെ ക്ഷമയായിട്ട് മാറിയേക്കാം. അതുകൊണ്ട് ആ നിശബ്ദതയുടെ സമയത്ത്, ആലോചനയുടെ സമയത്ത് സമചിത്തത നമ്മൾ കണ്ടെത്തുവാണ്. ഒരാൾ എന്നോട് ദേഷ്യപ്പെടുന്നു, എനിക്ക് ചാടിക്കയറി റിയാക്ട് ചെയ്യാം. അവിടെ ഒരുപക്ഷെ ദേഷ്യം മാത്രമേ പുറത്തു വരുള്ളൂ. അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് പോലെ 1 തൊട്ട് 10 വരെയോ 10 തൊട്ട് 1 വരെ തിരിച്ചോ ഞാൻ എണ്ണാം. അപ്പോൾ കുറച്ചും കൂടി എൻ്റെ ഉള്ളൊന്ന് മയപ്പെടും. എന്നാൽ നിങ്ങളോട് പ്രതികരിക്കുന്നവരോട്, ദേഷ്യപ്പെടുന്നവരോട്, നിങ്ങളോട് അന്യായം പ്രവർത്തിക്കുന്നവരോട് ആ സമയം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്കൊരു കൊന്ത ചൊല്ലിയിട്ട് പ്രതികരിക്കാവോ? അവർക്ക് വേണ്ടി 5 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് പ്രതികരിക്കാവോ? നിങ്ങളുടെ പ്രതികരണത്തിന് മാറ്റമുണ്ടാവും. അവിടെയാണ് നിശബ്ദതയിലും ജീവിതത്തിൻ്റെ സമചിത്തത നമ്മൾ കണ്ടെത്തുന്നത്. വണ്ടി ഓടിക്കുമ്പോൾ എൻ്റെ വണ്ടിയുടെ മുൻപിൽ ഒരാൾ അനാവശ്യമായിട്ട് കിടന്ന് സർക്കസ് കാണിച്ചാലോ,
ആവശ്യമില്ലാതെ വണ്ടി കുത്തിത്തിരിക്കാലോ. ഒരുപക്ഷെ ഞാൻ ഉൾപ്പെടെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. വണ്ടി ഇങ്ങനെ കുഴപ്പമില്ലാണ്ട് ഓടുന്നു, പെട്ടെന്നൊരാൾ നിയമം തെറ്റിച്ച് വണ്ടി എൻ്റെ മുൻപിൽ കയറ്റി എന്തൊക്കെയോ കാണിക്കുന്നു. ഉടനെ ഒരുപക്ഷെ എൻ്റെ ഉള്ളിൽ ദേഷ്യം വരച്ച് കയറിയേക്കാം, എന്തായി കാണിക്കുന്നത്? അല്ലെങ്കിൽ വണ്ടി എൻ്റെ വണ്ടിക്ക് കൊണ്ടുവന്ന് വട്ടം വയ്ക്കുന്നു. ആശുപത്രിയിൽ ചീട്ടെടുക്കാൻ നിൽക്കുമ്പോൾ എൻ്റെ മുൻപിലേക്ക് ഒരാൾ ക്യൂ തെറ്റിച്ച് വന്ന് കൗണ്ടറിലേക്ക് കുത്തിക്കയറുന്നു. എന്താണ് ഉള്ളിൽ തോന്നുന്ന വികാരം? ആ മനുഷ്യന് വേണ്ടി ആ നിമിഷം ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവോ, അതും ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ ബ്ലഡൊക്കെ കയറി ഇങ്ങനെ എരച്ച് ചെവിക്കൂടെ പുകയൊക്കെ നമ്മളിങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുവോ? എവിടെ പോയി നമ്മുടെ ജീവിതത്തിൻ്റെ സമചിത്തതയൊക്കെ? യേശു പിതാവിൻ്റെ ജീവിതത്തിലേക്ക് പ്രിയപ്പെട്ട ഒരു നിമിഷം നോക്കിക്കേ. ആ മനുഷ്യന്റെ ജീവിതത്തിൽ തകർച്ചകളും പ്രശ്നങ്ങളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. യഹൂദ സമ്പ്രദായത്തിൽ ഒരു വ്യക്തി തൻ്റെ ജീവിതം മുഴുവൻ സ്വരുക്കൂട്ടി വയ്ക്കുന്ന സ്വത്തും സമ്പാദ്യവും എടുത്തിട്ടാണ് വിവാഹത്തിനൊരുങ്ങുന്നത്. വിവാഹം പോലെ തന്നെ ഏറ്റവും പരിശുദ്ധവും ഏറ്റവും നിയമപരമായ സാധുതയുമുള്ളതാണ് എൻഗേജ്മെന്റ്, വിവാഹ നിശ്ചയം. അതിനുശേഷം മറിയം ഗർഭിണിയായിട്ട് കാണപ്പെട്ടു എന്ന് പറയുമ്പോൾ നിയമത്തിന്റെ വഴിയിൽ യൗസേപ്പ് പിതാവ് നീതിമാനായിരുന്നെങ്കിൽ മറിയത്തെ കുറ്റം വിധിച്ചേനെ, പബ്ലിക്കായിട്ട് നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവന്നേനെ. യൗസേപ്പ് പിതാവ് അത് ചെയ്തില്ല. അതിനെക്കുറിച്ച് യൗസേപ്പ് പിതാവ് നിശബ്ദത പാലിച്ചു ആലോചിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ദൂതൻ സ്വപ്നത്തിൽ പറഞ്ഞത് അവളെ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ. യൗസേപ്പ് പിതാവ് അതിനു മുമ്പ് ആലോചിച്ചതെന്താണ്? അവളെ രഹസ്യത്തിൽ ഉപേക്ഷിച്ചേക്കാം. മറിയം കർത്താവിനോട് ഇതാ നിന്റെ ദാസി, നിന്റെ വാക്ക് പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ യൗസേപ്പ് പിതാവ് ആത്മാവിൽ ആത്മഗതം ചെയ്തത് എന്താണ്? മറിയത്തെ രഹസ്യമായിട്ട് ഉപേക്ഷിച്ചാൽ എന്ത് സംഭവിക്കുമെന്നറിയാവോ? മറിയത്തെ രഹസ്യമായിട്ട് യൗസേപ്പ് പിതാവ് ഉപേക്ഷിച്ചാൽ അവിടെ യൗസേപ്പ് പിതാവ് കുറ്റക്കാരനായിട്ട് ചിത്രീകരിക്കപ്പെടും. തൻ്റെ കുറ്റം, താനാണ് മറിയത്തെ ഗർഭിണിയാക്കിയത്, വിവാഹം പൂർണ്ണമായിട്ട് കഴിയുന്നതിന് മുൻപ് മറിയത്തെ ഗർഭിണിയാക്കി ആ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് മറിയത്തെ രഹസ്യമായിട്ട് ഉപേക്ഷിച്ചു എന്നുള്ള നിലയിൽ യൗസേപ്പ് പിതാവ് കുറ്റക്കാരനായിട്ട് വിധിക്കപ്പെടും. അതുപോലും ഏറ്റെടുക്കുവാൻ യൗസേപ്പ് പിതാവ് തയ്യാറായി. കാരണം മറിയത്തെ അപമാനിതയാക്കാൻ യൗസേപ്പ് പിതാവിന് ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം തൻ്റെ നിശബ്ദതയിൽ, ജീവിതത്തോടുള്ള സമചിത്തതയിൽ തൻ്റെ പ്രതികരണത്തെ ദേഷ്യത്തിൽ നിന്നും പ്രതികാരത്തിൽ നിന്നും നിയമത്തിൻ്റെ നീതിയിൽ നിന്നും മാറ്റി ദൈവത്തിൻ്റെ കാരുണ്യത്തിലേക്ക് കൊണ്ടുവരാൻ യൗസേപ്പ് പിതാവിന് സാധിച്ചു. ഈ കാരുണ്യത്തെ ഓർത്തിട്ടായിരിക്കാം തൻ്റെ മുൻപിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കണ്ടപ്പോൾ യൗസേപ്പ് പിതാവിനെയും മാതാവിനെയും ഒരുപക്ഷെ ഈശോ ഓർത്തിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കാം ആ സ്ത്രീയെ കർത്താവ് പറഞ്ഞയക്കുമ്പോൾ ഓർക്കുക, ഞാനും നിന്നെ വിധിക്കുന്നില്ല. യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിൽ നിന്ന് കാരുണ്യത്തിൻ്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടാണ് ഈശോ വളർന്നു വന്നത്. നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരോടുള്ള നമ്മുടെ പെരുമാറ്റത്തിൽ ഈ നിയമവും പ്രതികാരവും ധാർമ്മികതയുടെ കർമ്മബോധവും ഒക്കെ മാറ്റിവെച്ചിട്ട് ദൈവത്തിൻ്റെ കാരുണ്യം മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് പകർന്നു കൊടുക്കാൻ എനിക്ക് സാധിക്കുമെന്ന് ചിന്തിക്കാം. അവിടെയാണ് യൗസേപ്പ് പിതാവിൻ്റെ നിശബ്ദതയും ആത്മീയതയും പ്രവൃത്തിയായിട്ട് പുറത്തോട്ട് വന്നത്. യൗസേപ്പ് പിതാവിൻ്റെ വിശ്വാസത്തിൻ്റെ ധീരത ഇനിയും നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിൽ യൗസേപ്പ് പിതാവ് കടന്നുപോയ ജീവിതത്തിൻ്റെ സങ്കീർണതകൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഏതൊക്കെയാണ് നമ്മളൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ഒരു പ്രതിസന്ധികളിലും തളരാതെ നിന്ന വ്യക്തിയാണ് യൗസേപ്പ് പിതാവ്. താൻ സ്വീകരിക്കാൻ പോകുന്ന തൻ്റെ ഭാര്യയാകാൻ പോകുന്ന വ്യക്തി ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ അതിനുശേഷം ആ ഒരു സാഹചര്യത്തിൽ അവളെ ഭാര്യയായിട്ട് സ്വീകരിച്ചപ്പോൾ ആ വ്യക്തിയെ നിറവയറുമായിട്ട് ബെത്ലഹേമിലേക്ക് കൂട്ടിക്കൊണ്ട് പോകേണ്ട സാഹചര്യം വന്നപ്പോൾ ഇത്രയേറെ ദൈവം വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടും ഒരു ഇടം പോലും തൻ്റെ ഭാര്യയ്ക്ക് കുഞ്ഞിനെ പ്രസവിക്കാൻ കിട്ടാതെ പോയപ്പോഴുള്ള സാഹചര്യം, അവിടെ നിന്ന് ഈജിപ്തിലേക്ക് ഓടിപ്പോകേണ്ടി വന്നപ്പോഴുള്ള ജീവിത സാഹചര്യം, അവിടെ തൻ്റെ കുഞ്ഞിനെയും തൻ്റെ ഭാര്യയെയും പോറ്റുവാൻ വേണ്ടി കഷ്ടപ്പെടേണ്ടി വന്ന ജീവിത സാഹചര്യം, തിരിച്ചു വരുമ്പോൾ രാജാവിനെ പേടിച്ച് നസ്രത്ത് എന്ന പട്ടണത്തിലേക്ക് മാറി താമസിക്കേണ്ടി വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ സങ്കീർണതകളും പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും ഒക്കെ നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു യൗസേപ്പ് പിതാവിൻ്റേത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് ജീവിതം പെരുമാറുമ്പോൾ, ഉത്തരം കിട്ടാത്ത രീതിയിൽ ജീവിതത്തിൽ ട്വിസ്റ്റുകളും ടേണുകളും ഉണ്ടാകുമ്പോൾ യൗസേപ്പ് പിതാവിനെ പോലെ വിശ്വാസത്തിന്റെ ധീരതയോടെ ജീവിതത്തെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കുമോ? എനിക്ക് സാധിക്കുമോ? ഞാനും ചോദിക്കേണ്ട ചോദ്യം, എനിക്ക് സാധിക്കുമോ? കാരണം ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കും, ദൈവം കുറച്ചുകൂടി ഒന്ന് ഇടപെടാമായിരുന്നു, ഒരു ഡീസൻ്റ് ആയിട്ടൊരു സ്ഥലം കൊടുക്കാമായിരുന്നു കുഞ്ഞിനെ പ്രസവിക്കാൻ, ഈജിപ്ത് വരെ ഓടിക്കാന്നതിന് പകരം വേറെ എവിടെയെങ്കിലും കർത്താവിന് അവരെ സുരക്ഷിതരാക്കാമായിരുന്നു.
എന്തുകൊണ്ട് ദൈവം ചെയ്തില്ല? പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് അത്ഭുതങ്ങളിലൂടെ മാത്രമല്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് വ്യക്തികളിലൂടെയും സംഭവങ്ങളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും കൂടെയാണ്. യൗസേ പിതാവിന്റെ മേൽ ദൈവത്തിന് വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസത്തിൽ യൗസേ പിതാവ് അവിടെ പ്രവർത്തിക്കുമെന്ന് ദൈവത്തിന് ഉറപ്പുണ്ട്. എന്റെയും നിങ്ങളുടെയും മേൽ ദൈവത്തിന് വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഒരു വൈദികനാകാൻ ദൈവം എന്നെ വിളിച്ചത്. അതുകൊണ്ടാണ് ഒരു അപ്പനാകാൻ, അമ്മയാകാൻ ദൈവം നിങ്ങളെ വിളിച്ചത്. ഒരു മകനാകാൻ, മകളാകാൻ, ഭാര്യയാകാൻ, ഭർത്താവാകാൻ, നിങ്ങളായിരിക്കുന്ന ജോലിയുടെ സ്ഥലങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന കൂട്ടുകെട്ടുകളിൽ നിങ്ങളെ ദൈവത്തിന് വിശ്വാസമുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതങ്ങളിൽ, പ്രതിസന്ധികളിൽ നിങ്ങളെ കർത്താവ് കരുത്തോടെ അവയെ നേരിടാൻ കർത്താവ് വിടുന്നത്. ഞെരുക്കങ്ങളിൽ ദൈവം നമ്മളെ കൈവിടുകയല്ല. ഞെരുക്കങ്ങളിൽ ദൈവം നമ്മളിൽ വിശ്വാസം അർപ്പിക്കുകയാണ്. അവനെ കൊണ്ടിത് സാധിക്കും, അവളെ കൊണ്ടിത് സാധിക്കും എന്ന് ദൈവത്തിന് ഉറപ്പുണ്ട്. ദൈവം അവിടെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നുണ്ട്. പക്ഷെ ഞാനത് തിരിച്ചറിയണമെന്ന് മാത്രം. യൗസേ പിതാവ് പ്രതിസന്ധികളുടെ സമയത്ത് ഒരിക്കലും ഒളിച്ചോടുന്നത് നമ്മൾ ആരും കാണുന്നില്ല. ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളൊരു മണ്ടത്തരമാണ് പ്രതിസന്ധികളിൽ നിന്ന് ഒളിച്ചോടുക. എനിക്കിഷ്ടമല്ലാത്തൊരു വ്യക്തിയെ ഞാൻ കാണുന്നു, ഒരു വ്യക്തി എന്നോട് തെറ്റ് ചെയ്യുന്നു, ആ വ്യക്തിയെ ഞാൻ ഇനി മിണ്ടത്തില്ല, കൂട്ടുകൂടത്തില്ല. ആ വ്യക്തി വരുമ്പോൾ തെക്കോട്ട് വന്നാൽ ഞാൻ വടക്കോട്ട് പോകും എന്ന് പറഞ്ഞ് നടക്കുന്നിടത്ത്, എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ബലഹീനതയുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് മിണ്ടാണ്ടിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പോരായ്മയുണ്ടെങ്കിൽ, എൻ്റെ ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ആരുടെ അടുത്തുനിന്ന് സഹായം തേടാൻ എനിക്കിഷ്ടമില്ല. മറ്റൊരാളുടെ മുൻപിൽ ഇതിനെക്കുറിച്ച് ഞാൻ തുറന്നു പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇതിനെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ പോലും ഞാൻ ഇഷ്ടപ്പെടാത്തടത്ത് ഞാൻ അവിടെ നിന്ന് ഒളിച്ചോടുകയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് എത്ര പേരാ ഒളിച്ചോടിയത്? ആരാ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ആദ്യം ഒളിച്ചോടിയത്? ആദം, അല്ലെ? ആദമാണ് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ആദ്യം ഒളിച്ചോടിയത്. ദൈവം വിട്ടില്ല, ദൈവം പിന്നാലെ വന്നു. പിന്നെ യാക്കോബിനെ കാണാം, ഏസാവുമായിട്ട് അടികൂടിയിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഒളിച്ചോടി, ഏസാവിന്റെ അടുത്ത് നിന്ന് ഒളിച്ചോടി. പക്ഷേ ആ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നത് വരെ അവന് സ്വസ്ഥതയുണ്ടായിരുന്നില്ല. യോന ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഒളിച്ചോടി. പക്ഷേ ദൈവം ആഗ്രഹിച്ചെടുത്ത് തന്നെ അവസാനം അവന് വന്നെത്തേണ്ടി വന്നു. ജീവിതം അവനെ കൊണ്ടെത്തിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കരുത്തുകളിലൂടെ, നമ്മുടെ കഴിവുകളിലൂടെ മാത്രമല്ല ദൈവം പ്രവർത്തിക്കുന്നത്. നമ്മുടെ ബലഹീനതകളിലൂടെ, നമ്മുടെ ഭയങ്ങളിലൂടെ, നമ്മുടെ ദുർബല നിമിഷങ്ങളിലൂടെ, നമ്മൾ ഏറ്റവും തളർന്നു പോകുന്ന ഇടങ്ങളിലൂടെയും ഒക്കെ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കും. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം ദൈവത്തിൻ്റെ കയ്യിൽ കൺട്രോൾ ഏൽപ്പിക്കുക. ഒരിടത്ത് പോലും യൗസേ പിതാവ് തൻ്റെ പ്ലാൻ അനുസരിച്ച്, ദൈവം എന്നോട് പറഞ്ഞു ഈജിപ്തിലേക്ക് പോകാൻ, പക്ഷെ അതെനിക്ക് സാധിക്കില്ല, ഞാൻ വേണമെങ്കിൽ സിറിയയിലേക്ക് പോകാം, ഞാൻ വേണമെങ്കിൽ മക്കദോനിയയിലേക്ക് പോകാം എന്നൊന്നും യൗസേ പിതാവ് അവിടെ പറയുന്നില്ല. നസ്രത്ത് വേണ്ട, അതൊരു കുഗ്രാമമാണ്, അവിടെ പോയിട്ട് ഞാൻ എന്നാ കാണിക്കാനാ, ഞാൻ വേണമെങ്കിൽ ജെറുസലേമിലേക്ക് പോകാം, അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും പോകാം. യൗസേ പിതാവ് പറയുന്നില്ല. ഈ തൊഴുത്ത് വേണ്ട, ഈ ഒരു കാലിത്തൊഴുത്ത് വേണ്ട, ഇതിലും ഭേദം ഞാൻ വലിയ മലമുകളിലും പോവാം, അല്ലെങ്കിൽ ഞാനൊരു വീടുണ്ടാക്കാം എന്നൊന്നും യൗസേ പിതാവ് പറയുന്നില്ല. ദൈവത്തിൻ്റെ പദ്ധതിയിൽ പൂർണ്ണമായിട്ട് പ്രതിസന്ധിയുടെ നിമിഷങ്ങളിൽ ആശ്രയിക്കാൻ നമുക്ക് പറ്റണം. അവിടെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ധീരത വരുന്നത്. സങ്കീർണതകളെ സാധ്യതകളാക്കാൻ നമുക്ക് പറ്റണം. സങ്കീർണതകളെ സാധ്യതകളാക്കാത്തിടത്ത് പ്രതിസന്ധികൾ എന്നും കുരുവായിട്ട് വേദനയായിട്ട് നിലനിൽക്കും. പ്രോബ്ലംസിനെ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് ഞാൻ മാറ്റുന്ന നിമിഷം എൻ്റെ ജീവിതത്തിൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നില്ല, മറിച്ച് ഓപ്പർച്യൂണിറ്റീസ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. പ്രോബ്ലംസ് എപ്പോഴും ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ പ്രോബ്ലം വന്നല്ലോ, പ്രശ്നമാണല്ലോ, ബുദ്ധിമുട്ടാണല്ലോ എന്ന് ചിന്തിക്കാതെ അവിടെ ദൈവവുമായിട്ട് ചേർന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഫ്രാൻസിസ് മാർപ്പാപ്പ യൗസേ പിതാവിൻ്റെ വിശ്വാസത്തിൻ്റെ ക്രിയേറ്റിവിറ്റിയെ കുറിച്ച് പറയുന്നത് എന്താണ്? തളർവാദ രോഗിയെ കിടക്കയോടെ കർത്താവിൻ്റെ അടുക്കലേക്ക് ഇറക്കിയവരെ പോലെയാണ്. ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ അവർക്കൊരു വഴിയില്ല, ജനക്കൂട്ടമാണ് അവിടെ ചുറ്റും. അപ്പോൾ എന്നാ പിന്നെ തിരിച്ചു പോയേക്കാം, ഇവന് യോഗ്യതയില്ല, അല്ലെങ്കിൽ ഇന്ന് ഇവനൊരു രാശിയില്ല, ഇവനൊരു ലക്കില്ല എന്ന് പറയുന്നതിന് പകരം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ പെരപ്പൊക്കത്ത് കയറി വേണമെങ്കിൽ ഓടിളക്കി, അല്ലെങ്കിൽ പെരയുടെ മച്ച് പൊളിച്ച് വളരെ ധീരതയോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് അവൻ ഇറക്കാണ്. അവന്റെ സ്നേഹിതരുടെ വിശ്വാസം കണ്ടിട്ട് ദൈവം ആ തളർവാദ രോഗിയെ സുഖപ്പെടുത്തി. അവരുടെ സ്നേഹിതരുടെ വിശ്വാസം കണ്ടിട്ട് ദൈവം അവനെ സുഖപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, സങ്കീർണതകളെ സാധ്യതകളാക്കാൻ നമുക്ക് സാധിക്കട്ടെ. പ്രശ്നങ്ങൾ വരും, പ്രശ്നങ്ങൾ പോകും, പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ജീവിതം എപ്പോഴും ഇളകി മറിയുന്ന കടൽ പോലെയാണ്. പക്ഷേ
പ്രതിസന്ധികളുടെ നടുവിൽ, ബുദ്ധിമുട്ടുകളുടെ നടുവിൽ ഞാൻ എന്ത് ചെയ്യും? ലേൺ ടു അക്സെപ്റ്റ് ദ റിയാലിറ്റി ഓഫ് ലൈഫ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരാതിരിക്കാനല്ല പ്രാർത്ഥിക്കേണ്ടത്. പ്രതിസന്ധികൾ വരുമ്പോൾ ഞാൻ എന്തു ചെയ്യും എന്നുള്ളതിന് ജ്ഞാനം ലഭിക്കാൻ പ്രാർത്ഥിക്കണം. ജീവിതത്തിൻ്റെ വരും വരായികളെ കുറിച്ച് ചിന്തിക്കാതെ വരുന്നിടത്ത് വെച്ച് ജീവിതത്തെ കാണണം. ജീവിതത്തിൽ അത് സംഭവിക്കുമ്പോൾ ഞാൻ അപ്പോൾ ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കും. അത് വരുമോ വരാതിരിക്കുമോ എന്നുള്ളതല്ല. ജീവിതത്തോട് ഞാൻ അമിതമായ പ്രതീക്ഷ പുലർത്തുമ്പോൾ അത് എന്നോട് അനീതിയായിട്ട് പെരുമാറിയെന്ന് വരാം. ഞാൻ എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തെ അക്സെപ്റ്റ് ചെയ്യാതെ പോകുമ്പോൾ ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്നെ നിരാശപ്പെടുത്തിയെന്ന് വരാം. ജീവിതത്തെക്കുറിച്ച് നമ്മളുള്ള കാഴ്ചപ്പാടുകളൊക്കെ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തോട് ചേർത്ത് നമുക്ക് പൊളിച്ചെഴുതണം, മാറ്റിയെഴുതണം. എന്നിട്ട് പ്രാർത്ഥിക്കണം, ദൈവമേ, ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളിലും അതത് നേരത്ത് ഇൻ ദ റിയാലിറ്റി, ഇൻ ദ ഇവൻച്വാലിറ്റി, ഇൻ ദ പ്രസൻറ്റ് അതിനെ നേരിടുവാൻ എന്നെ പഠിപ്പിക്കണമേ. ഓരോ കാര്യങ്ങളും അത് സംഭവിക്കുമ്പോൾ കർത്താവിനെ സമർപ്പിച്ച് ഞാൻ ഇനി എന്തു ചെയ്യുമെന്ന് ചിന്തിക്കണം. എൻ്റെ കഴിവുകേടുകളിലും എൻ്റെ വീക്ക്നെസ്സസിലും ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കും. കാരണം യൗസേപ്പ് പിതാവിൽ വിശ്വാസമർപ്പിച്ച ദൈവം എന്നിലും വിശ്വാസമർപ്പിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി നമുക്ക് ഈ നോമ്പുകാലത്ത് ഓർക്കാം. യൗസേപ്പ് പിതാവ് പറഞ്ഞെടുത്തൊക്കെ ചെയ്തൊരു കാര്യം, അവൻ ശിശുവിനെയും അമ്മയായ മറിയത്തെയും കൂടെ കൊണ്ടുപോയി. ശിശുവിനെയും അമ്മയായ മറിയത്തെയും കൂടെ കൊണ്ടുപോയി. അവിടെയാണ് യൗസേപ്പ് പിതാവ് കാത്തു സൂക്ഷിച്ച ഏറ്റവും വലിയ നിധി, ഈശോയും മറിയവും. യൗസേപ്പ് പിതാവിൻ്റെ ആധ്യാത്മികത നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ഈശോയെയും മറിയത്തെയും നമുക്കും കൂടെ കൂട്ടാം. അവർ രണ്ടുപേരും ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് കാമ്പില്ലാതായി പോകും. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ വിശ്വാസം ധീരതയോടെ ജീവിക്കാൻ, ഒച്ചപ്പാടുകൾക്കിടയിൽ, ആക്രോശങ്ങൾക്കിടയിൽ, യുദ്ധങ്ങൾക്കിടയിൽ, ആഘോഷങ്ങൾക്കിടയിൽ, ആരോപണങ്ങൾക്കിടയിൽ നിശബ്ദത പാലിക്കാൻ, ദൈവത്തോട് ചേർന്ന് നിശബ്ദമായിരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ജീവിതം നമ്മളെ നോക്കി കൊഞ്ഞനം കുത്തുമ്പോൾ, പ്രതിസന്ധികൾ നമ്മളെ തളർത്തുമ്പോൾ സമചിത്തത കൈവടിയാതെ ധീരതയോടെ വിശ്വാസത്തിൽ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ. എനിക്കെന്ത് ചെയ്യാൻ പറ്റുമല്ല എന്നല്ല, ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന വിശ്വാസത്തിൽ മുൻപോട്ട് പോകാനുള്ള ദൃഢതയും ധീരതയും നമുക്ക് ലഭിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.